that reflect the transformative journey of education. From traditional foundations to modern methodologies, we celebrate the metamorphosis that defines the educational landscape. As we navigate through this evening, you'll witness how our students embrace change with creativity, adaptability, and a passion for learning. The stage is set to showcase not just the academic growth, but also the spirit of curiosity that fuels our educational journey. നമസ്തേ കുട്ടികളെ, ഞാൻ ഇന്നൊരു കഥ പറയാം. ഒരു കുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് കുട്ടി നൂലഴിച്ചു വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചന്ദ്രനിൽ എത്തണമെന്നായിരുന്നു ആ പട്ടത്തിൻ്റെ ആഗ്രഹം. അപ്പോഴാണ് ഒരു കിളി പറന്നു വന്നത്. എന്ത് കിളിയാ മാഷേ? നിനക്ക് എന്ത് കിളിയാ ഇഷ്ടം? തത്ത. എന്നാലൊരു പച്ച തത്തനായിക്കോട്ടെ. അപ്പോൾ ഒരു തത്ത ആ വഴിക്ക് ഇങ്ങനെ പറന്നു വന്നു. തത്തമ്മ അത്ഭുതപ്പെട്ടു. ഒരു കടലാസ് പട്ടം ഇത്ര ഉയരത്തിൽ പറക്കേ? തത്തമ്മ പട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാലോ നീ, കിളികൾ പോലും ഇത്ര ഉയരത്തിൽ പറക്കില്ല. അഹങ്കരിച്ചുകൊണ്ട് ആ പട്ടം പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ ഉയരത്തിൽ എനിക്ക് പറക്കാൻ കഴിയും. ആ നൂല് പിടിച്ചിരിക്കുന്ന ആ കുട്ടിയെ കണ്ടോ? ആ കുട്ടി എന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറക്കാൻ അനുവദിക്കുന്നില്ല. അത്ഭുതപ്പെട്ട തത്ത പറഞ്ഞു, ഞാൻ ആ നൂല് പൊട്ടിച്ചു തരാം, അപ്പോ നിനക്ക് ചന്ദ്രനിലേക്ക് പറക്കാലോ. അപ്പോ പട്ടം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേഗം ഒന്ന് മുറിച്ചു തരൂ. തത്ത ആ നൂല് അറുത്തു മുറിച്ചു. നൂല് മുറിഞ്ഞ പട്ടം നിയന്ത്രണം വിട്ട് താഴേക്ക് താഴേക്ക് ഒരു ചെളിക്കുണ്ടിൽ വന്നു വീണു. നന്നായി പോയി. എന്ത്? ആ പട്ടത്തിന്റെ അഹങ്കാരം. കുട്ടികളെ, നിങ്ങളാണ് ആ ഉയരത്തിൽ പറക്കുന്ന പട്ടം. പട്ടം പറപ്പിക്കുന്ന കുട്ടി എന്നെ പോലുള്ള മാഷുമാരും. എത്ര ഉയരത്തിൽ വേണമെങ്കിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ നൂല് അയച്ചു തരാം. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിൽ എത്തിക്കാം. എന്നാൽ ആ നൂല് ഒരു ബന്ധനമായി കാണരുത്. അമ്മേ, ഉണ്ണി, ഇന്ന് മാഷ് ഒരു കഥ പറഞ്ഞു തന്നു. മാഷ് പറയാ ആ നൂലിന്റെ ബന്ധം ഒരു ബന്ധനമായി കാണരുതെന്ന്. എന്താ അമ്മേ മാഷ് അങ്ങനെ പറഞ്ഞേ? അതോ, മാഷുമാർക്ക് അവരുടെ കുട്ടികൾ സ്വന്തം കുട്ടികളെ പോലെയാണ്. അതുകൊണ്ട് അവരുടെ സ്നേഹത്തിന് കളങ്കമുണ്ടാവില്ല. സ്നേഹം തോന്നിയാൽ ഓമനിക്കും, അതുപോലെ തെറ്റ് കണ്ടാൽ ശകാരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവരോട് ദേഷ്യം തോന്നരുത് എന്നാണ് മാഷ് പറഞ്ഞത്. എത്ര നല്ല കാര്യമാണ് മാഷ് കുഞ്ഞിന് പറഞ്ഞു തന്നത്. ഇന്ന് കളി തുറക്കുന്ന ദിവസമായിട്ട് നമ്മളിങ്ങനെ നിന്നാലോ? അതിന് നമ്മുടെ ഹീറോ ഭാസ്കരൻ പിള്ള വന്നിട്ടില്ലല്ലോ. വിക്രമ, അങ്ങോട്ട് നോക്കേ.
നമ്മുടെ ഭാസ്കരൻ പിള്ള വരുന്നു. ഭാസ്കരൻ പിള്ളേ, ഇന്നെന്താ വൈകിയേ? അതോ ഇന്നെന്റെ പിറന്നാളല്ലേടാ. ഭാസ്കരൻ പിള്ളേ, ഇന്ന് പാർട്ടി വേണം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും റബ്ബർ മുട്ടായും കൂടെ പുളിമിഠായും ഉണ്ട്. ഇത്രയും വലിയ ചെലവ് തരാൻ നിന്റെ കയ്യിൽ കാശുണ്ടോ? അതിന്ന് പിറന്നാളായിട്ട് ഡാഡി എനിക്ക് പാക്കറ്റ് മണി തന്നു. ഭാസ്കരൻ പിള്ളേ, അതാരാ വരുന്നതെന്ന് നോക്കിയേ. സാരദാമണി. സാരദാമണി, എന്റെ പിറന്നാളിന് നീ മാത്രം എന്നെ വിഷ് ചെയ്തില്ല. ഞാൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണ്. സാരദാമണി, ഞാൻ വെറുതെ പറഞ്ഞതാണ്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഇന്ന് എന്റെ പിറന്നാൾ മാത്രമല്ല, കോളേജ് ഫസ്റ്റ് ഡേ കൂടിയാണ്. നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. പ്രോഗ്രാം തുടങ്ങി കാണും. വരൂ വരൂ പോവാം.
പൊന്നാലാം കുന്നിന്മേൽ ചൂടുകൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാ പക്ഷി പറയും ഭൂമി അടിമുടി കുലുങ്ങുമൻ കുറുവലും നനന്നു പൊന്നം മറന്നു തെന്നിപ്പാർന്നു കൊല്ലും കിനാക്കളെല്ലാം ഒന്നിക്കരത്ത് കരകിനകത്ത് ചില്ലിത്തടച്ചതല്ലേ ദൂരക്കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരത്തിനാവിന്നോ തുടർന്നുള്ള പൂവിരുന്നു അതിലായിരമാശകളായ പൊൻപനമേ മലരേ ഒരു മധുരത്തിനാവിന്നോ തുടർന്നുള്ള പൂവിരുന്നു അതിലായിരമാശകളാൽ പൊൻപലമേ പോരാമോ ആര്യൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാം ചെല്ലപ്പോൾ ചെല്ലുന്ന കൂടെ കൊണ്ടും വരാം രാവിൽ പൂജയും പൂങ്കാറ്റേ ആടിപ്പാടാൻ പോരാമോ 1 2 3 4 ഒറ്റപ്പാത്രത്തിൽ ഞണ്ടു വീണയുടെ മഴ പെയ്തു വെള്ളം വീണ ജല ജല ജലജ വിരിഞ്ഞ പാല പൂമണം വന്നാൽ കുമുകുമകുമുകു തേൻ കൂട്ടിൽ കഴുകിന ഒറ്റപ്പാത്രത്തിൽ ഞണ്ടു വീണയുടെ മഴ പെയ്തു വെള്ളം വീണ ജല ജല ജലജ വിരിഞ്ഞ പാല പൂമണം വന്നാൽ കുമുകുമകുമുകു തേൻ കൂട്ടിൽ കഴുകിന டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு கண்ணம பெண்ணாலே டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரோசம பெண்ணாலே ரோசாம பெண்ணே கண்டானொரு டிஸ்கவுண்ட் பெண்ணே Bell bottom pants mit high heel shoes mit kudre lole kutar penne lale 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 lale
ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണോ? ഓഹോ, കവിളിണയിൽ കുങ്കുമമോ പരിഭ്രമമർന്ന പരാഗങ്ങളും കരിനീ കവിതയുമായി നിന്റെ ചെറിയ മനരിനറിയൽ മറുതരും. കവിളിണയിൽ കുങ്കുമമോ പരിഭ്രമമർന്ന പരാഗങ്ങളും കരിനീ കവിതയുമായി അങ്ങനെ നമ്മുടെ കോളേജ് ലൈഫിന്റെ അവസാന ദിനം വന്നിരിക്കുന്നു. ശരിയാണ്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നുപോയത്. ഓർക്കാനും ഓർമ്മിക്കാനും ഒത്തിരി ഓർമ്മ സമ്മാനിച്ച നമ്മുടെ കോളേജ്. വരൂ, നമ്മുടെ രവിയുടെ പ്രസംഗം തുടങ്ങാറായി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യസന്ധമായ ആശയങ്ങളും അഭിപ്രായങ്ങളും പുലർത്തിക്കൊണ്ട് ഈ കലാലയത്തിന്റെ കുടക്കീഴിൽ നമ്മൾ മേയുകയായി. ആദർശങ്ങളുടെ ഏറ്റുമുട്ടലുകൾ നമ്മെ പ്രകമ്പനം കൊള്ളിച്ചപ്പോഴും നമ്മൾ ഒന്നായി, ഒരു ശക്തിയായി. ഇന്ന് നാം വേർപിരിയുന്നു. ജീവിതത്തിന്റെ വൈരുദ്ധ്യം നിറഞ്ഞ മേഖലകളിലേക്ക് നാം യാത്രയാവുകയാണ്. ചിലരുടെ പാതകളിൽ പുഷ്പങ്ങളും പരവതാനികളും വിരിച്ചിരിക്കും. പക്ഷേ മുള്ളുകളിൽ കൂടി കടന്നു വരുന്ന ഒരു സുഹൃത്തിനെ കാണുമ്പോൾ മുഖം ധരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളാവരുത് നമ്മൾ ആരും. രവിയുടെ പ്രസംഗം മതി. എത്രയോ വികാരങ്ങൾ, എത്രയോ സങ്കൽപ്പങ്ങൾ, എത്രയോ വ്യാമോഹങ്ങൾ ഇത്ര നാൾ പങ്കിട്ടു നമ്മൾ അന്യോന്യം സമർപ്പിക്കാം. രണ്ടു വാക്കുകൾ കൂടി ഓർമ്മിക്കും വല്ലപ്പോഴും. കോമൽ കലാലയ വർഷങ്ങളിൽ 1000 കൂട്ടുകാരെ, ഒന്നായി കഴിഞ്ഞ നാം ദിനത്തിൽ ഓരോ വഴിക്കിതായ യാത്രയായി. ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ ഓരോ വഴിക്കിതായ യാത്രയായി. ഈ വേളയിൽ, ഈ യാത്രയിൽ ഈറൻമിഴികൾ വിട നൽകൂ, വിട നൽകൂ, വിട നൽകൂ, വിട നൽകൂ. കലാലയ വർഷങ്ങളെ 1000 കൂട്ടുകാരെ. ഇതാരായി വരുന്നേ?
നമ്മുടെ ക്ലാസ്സിലെ ബിസിനസ് ഓൺട്രപ്രണർ. അതെപ്പോ? നിങ്ങൾ അറിഞ്ഞില്ലേ ഇവൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി? ഇന്നലെ മിസ് ഓൺലൈൻ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ഒന്ന് കാണിക്കോ? അതിന് നീ ഏതാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ BCP. മോനെന്താ ടൂർ പോവാണോ? അല്ല അങ്കിളെ, സ്കൂളിലേക്ക് വന്നതാ. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് 2 ബാഗ്, തേഴ്സ്ഡേ 3 ഉണ്ടാവും, ഫ്രൈഡേ പിന്നെ 4. എന്നാ ഞാൻ പോട്ടെ അങ്കിൾ, ക്ലാസ് തുടങ്ങാറായി. നീ എന്താ താമസിച്ചേ? 2 കൊല്ലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുക. ഇന്നെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ? അതോ, എനിക്ക് വഴിതെറ്റിപ്പോയിടി. പിന്നെ എങ്ങനെയോ ഗൂഗിൾ മാപ്പ് നോക്കി ഇവിടെ എത്തി. അതിരിക്കട്ടെ, നിന്റെ പേരെന്തായിരുന്നു? ഞാനങ്ങ് മറന്നുപോയി. ദേവനന്ദ. ഇൻസ്റ്റയിൽ ദേവദേവട്ടി എന്നാട്ടോ, ഫോളോ ചെയ്തേക്ക്. ഒന്നും മിണ്ടായിരിക്കോ? ഇന്ന് പേപ്പർ കിട്ടുന്നതിന്റെ പേടിയില്ല ഞാൻ. എനിക്കാ പേടിയില്ല. നല്ല വൃത്തിയായിട്ട് ഞാൻ പേപ്പർ കൊടുത്തു. അതെ, എന്തെങ്കിലും എഴുതി വൃത്തികേടാക്കുന്നതിന് പകരം ഒന്നും എഴുതാതെ വൃത്തിയായി അവൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. All of you, please mute your audio. ടീച്ചറേ, അതിന് ഓൺലൈൻ ക്ലാസ് അല്ല. ഓക്കെ. എക്സാം പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പേപ്പർ ഞാൻ തന്നിടാം. എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണം. മിസ്, അതിന്റെ പിക്ക് ഒന്ന് ഇൻസ്റ്റയിൽ ഇടാമോ? എന്റെ മോമിനെ ഒന്ന് ടാഗ് ചെയ്താൽ മതി. മോം കമന്റ് ചെയ്തോളും. ബ്രിട്ടോ ജി ഫ്രാൻസിസ്, ഹാൻഡിൽ വിത്ത് കെയർ. വൈ മാം? വൈ ഷുഡ് ഐ? നേരെ മുട്ട മേടിച്ചിട്ടുണ്ടല്ലോ, അതാ. ടീന 1/2 മാർക്ക്. ജോയൽ 49.5. എക്സലന്റ്. എന്നാൽ എൻ്റെ 1/2 മാർക്ക് എവിടെ പോയി? വേണമെങ്കിൽ എൻ്റെ 1/2 മാർക്ക് എടുത്തോടാ. മാം ഇന്നലെ ഒരു പോയം പഠിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ബ്രിട്ടോ റിസൈറ്റ് ദ പോയം. എന്ത് പറ്റി? റേഞ്ച് പോയി മാം. റേഞ്ച് പോയി. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഉടായ്പിന് ഒരു മാറ്റമില്ല. സ്റ്റാൻഡ് അപ്പ് ബ്രിട്ടോ. നിങ്ങളാരാ? ഇവന്റെ പാരന്റ്. നിങ്ങളെങ്ങനെ? മിസ്, ബിറ്റോനെ പണിഷ് ചെയ്യുന്നതൊക്കെ ശരി. ചൈൽഡ് നെയിം നമ്പർ അവന്റെ ബൈഹാർട്ടാണ്. ഞങ്ങൾക്ക് പോലും അവനെ തല്ലാനുള്ള റൈറ്റ് ഇല്ല, അല്ലേ മോനെ? ടീന, ക്ലാസ്സിൽ എപ്പോഴും സംസാരമാണല്ലോ. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കും. മിസ്സേ, അവളെ പിണക്കണോ? അവള് വലിയൊരു സെലിബ്രിറ്റിയാണ്. അതെപ്പോ? ഒരു വീഡിയോക്ക് 1 മില്യൺ വ്യൂ ഉള്ള ഫാമിലിയിലെ കുട്ടിയാ. എന്നാ എനിക്ക് ആ വീഡിയോ ഒന്ന് കാണണമല്ലോ. അവൾക്ക് എങ്കിലും പച്ച പരിഷ്കരനാകാനേ ദുരാകൾ. പച്ചലോൻ എപ്പോഴും തടിക്കൊണ്ടങ്ങിനെ കരം കഴിച്ചാനേ. മംഗള പരിപ്പോ 12 കുതിരയും വച്ചിട്ട് പോയി നാം വള്ളിക്കെന്തിന് പോയി മോനെ ചരക്കെല്ലാം നന്നായി വെള്ളം മാറ്റി കുടിച്ചവളെ.
പന്തൽ പൊളിഞ്ഞാടും പന്തൽ പൊളിഞ്ഞാടും ഡബ്ബർ കട്ടുന്നേ ഡബ്ബർ കട്ടുന്നേ ഗ്ലൂക്കോസും വെള്ളം ഗ്ലൂക്കോസും വെള്ളം ഇത്രയും നിങ്ങൾ എനിക്ക് വേണ്ടി പെർഫോം ചെയ്തതിനാൽ നമുക്കൊരു സെൽഫി എടുക്കാം. അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ 7 times ആയി ഇംഗ്ലീഷ് ടോക്ക് ചെയ്യാത്തതിന് ഞാൻ ആ സ്കൂളിൽ ഫൈൻ അടക്കുന്നത്. ദൈവമേ, ലോകത്തിൽ ഈ ഒരു ഭാഷയ്ക്ക് മാത്രമേ ഇത്ര ഗതികേടുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇംഗ്ലീഷ് മതി. എടി, അതിന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വിദ്യാഭ്യാസം നിനക്കുണ്ടോ? ഇപ്പൊ ഞാൻ പഠിക്കാത്തതാ പ്രശ്നം. എന്നാ പോട്ടെ, എനിക്കുണ്ടോ? ഓ, ഇനി അത് ഉറക്കെ പറ. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് പറ്റുന്ന പണി ചെയ്താ പോരെ. അമ്മേ, കുറച്ച് വെള്ളം തരോ? ഷെയിം ഡോട്ടർ, ഷെയിം. ടോക്ക് ഇൻ ഇംഗ്ലീഷ്. I paid 2000 money in the school because of you speak in the Malayalam. എടി, അവൾക്ക് ദാഹിച്ചിട്ടാടി. ചേട്ടാ, you stop dirty Malayalam. Girl, if you again and again talk Malayalam, I will pull out your tongue. മോള് പോയി ആദ്യം അമ്മയ്ക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കും. അവിടെ ഭ്രാന്ത് മാറട്ടെ. Tina, now your music class time. 6:30 drawing class, 7:30 mono act class. Too busy, no waste time. എനിക്കിതൊന്നും വേണ്ട അമ്മേ. No. You go, I come.
glad to inform you that she's improving a lot. യെസ് അത് പിന്നെ ഞാൻ സ്മാർട്ട് അല്ലേ, അപ്പൊ അവളും സ്മാർട്ട് ആയിരിക്കും. There are a few areas where she wants to focus more. വെയിറ്റ് മാം, എനിക്ക് കുറച്ച് കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. ലാസ്റ്റ് മൺഡേ കുട്ടികൾ ബോട്ടിൽ വെച്ച് ഫുട്ബോൾ എന്തോ കളിച്ചപ്പോൾ കുറച്ച് വെള്ളം ഫ്ലോറിൽ വീണു. അവളെ മിസ് 0.5 സെക്കൻഡ്സ് നോക്കി പേടിപ്പിച്ചില്ലേ? ഹൗ കം യു ഡു ലൈക്ക് ദിസ് മാം? ഇറ്റ് റിയലി ഹർട്ട് ഹർ. പിന്നെ ലാസ്റ്റ് മന്ത് സ്കൂൾ തന്ന ഒരു അസൈൻമെൻറ്റ് ഞാനും അവളുടെ ഡാഡിയും പിന്നെ കേരളത്തിലെ തന്നെ നമ്പർ 1 ആർട്ടിസ്റ്റായ ഗോവിന്ദും ചേർന്നാണ് അത് ചെയ്തത്. എന്നിട്ട് ഒരു കമൻറ്റ് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു അവാർഡ്, ഒരു ഗോൾഡ് മെഡലെങ്കിലും കൊടുക്കാറുന്നില്ലേ? മാം, അതിൽ കുട്ടിയുടെ ഇൻവോൾവ്മെന്റ് എത്ര % ഉണ്ട്? കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയുടെ ഔട്ട്പുട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പെയിന്റിംഗ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കുട്ടിയാണ്. Then why ma'am? Why she didn't get any chance on doing the assignment? She didn't even know about it also. അതിനതൊക്കെ ചെയ്യാൻ എവിടെ മാം ടൈം? ഇവിടെ കഥകൾ പഠിപ്പിക്കാൻ ഒരു ടൈം സ്ലോട്ട് ഇല്ലാതിരിക്കുക.